അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ എന്നെ ഹേറ്റ് പരമായിട്ട് പറയേണ്ടായിരുന്നു. ഒരു മലയാളി യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ചേട്ടന് പേഴ്സണലായിട്ട് പറയാമായിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ ചേട്ടൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ KFC കഴിക്കരുത് എന്ന് പറഞ്ഞ മഹാനാണിത്. KFC കഴിച്ചാൽ ഇസ്രയേലിലേക്ക് ഫണ്ട് പോകും, ഇസ്രയേല് വികസനമുണ്ടാക്കും, അതുകൊണ്ട് KFC കഴിക്കലെന്ന് പറഞ്ഞ മഹാനാണിത്. ഒരിക്കൽ പറഞ്ഞു എന്ന് KFC കഴിക്കരുതെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനെന്നും, എന്നിട്ട് ഞാൻ ഇസ്രായേൽ വന്നിട്ട് ഇസ്രായേൽ യാത്ര ചെയ്തിട്ട് ഇസ്രായേലിന് പണമുണ്ടാക്കി കൊടുക്കുന്നു എന്ന് ചേട്ടൻ അതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എനിക്ക് തിരുത്തണമെന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും KFC കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചേട്ടൻ തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഒരിക്കലും ഒരിടത്തും KFC കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഇന്റർവ്യൂവിൽ യാത്രയും രാഷ്ട്രീയവും എങ്ങനെ കണക്റ്റഡ് ആവും എന്നുള്ളൊരു ഉത്തരത്തിൽ KFC എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധമല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ എറണാകുളത്തോട്ട് യാത്ര ചെയ്യുന്നു, ഞാൻ KFCയിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നു. എൻ്റെ യാത്രാഭാഗമായിട്ട് KFCയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിന് ഞാൻ നൽകുന്ന ബില്ലിൻ്റെ ഒരു ഓഹരി അവരെവിടെയാണ് ബേസ് അത് പോകുന്നത്? അഫ്കോഴ്സ് KFC, മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന പല കമ്പനികളുടെ ഫണ്ട് ഓഹരി എല്ലാം പോകുന്നത് ഇസ്രായേലിലോട്ടാണ്. അപ്പം ആ ഒരു പൈസ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അഫ്കോഴ്സ് അവർ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ പറ്റുന്നതും ആ ആയുധങ്ങൾ വെച്ചിട്ടാണ് അവർക്ക് പലസ്തീനിലുള്ള ആളുകളെ കൊല്ലാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രാവൽ ഈസ് ഓഫ് പൊളിറ്റിക്കൽ. ഇത് ഒരു ഫുഡ് സാർ കേട്ടായിരുന്നു ഈ KFC എന്ന് പറയുന്ന നമ്മൾ കഴിക്കുന്ന ഞാൻ ഇതുവരെ KFC കയറി കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് KFC കയറി കഴിക്കണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം. ഇത് KFC ഞാൻ കഴിക്കുന്ന KFCയുടെ ഒരു ഓഹരി ശരിക്കും ഇസ്രായേലിലോട്ടാണോ പോകുന്നത്? സാറിന് എന്താ തോന്നുന്നത്? ഞാൻ ഈ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ KFC അത് ഡിനൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇസ്രായേലുമായിട്ട് ഒരു ലിങ്ക്സും ടൈപ്സും ഇല്ലെന്നാണ് KFC പറയുന്നത്. സാറിന് എന്താ തോന്നുന്നത്? ഇത് പഴയ ഒരു കഥയാണ് ധനുഷ്. ഇത് 10 കൊല്ലം മുമ്പും ഒരു 3 കൊല്ലം മുമ്പൊക്കെ ഈ കഥകൾ ഇതേമാതിരി വന്നിരുന്നു. KFC, പെപ്സി, കൊക്കക്കോള, എന്താ പറയുക, നമ്മുടെ മാഗി നൂഡിൽസ്, നെസ്ലെ, ഇവരുടെ ഒന്നും പ്രോഡക്ട്സ് വാങ്ങാൻ പാടില്ല. അവിടെ ഹൈദരാബാദിൽ തന്നെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ റേ ക്രോക്ക്, ഫൗണ്ടർ ഓഫ് KFC എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടുന്ന് നമുക്കറിയാലോ, ഹാരി ഡേവിഡ് സാൻഡേഴ്സ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. ഇവർ ഓരോരുത്തർ ഫൗണ്ടർമാരുടെ പേരെടുത്തിട്ട് ഇവർ പറയും ആ റേ ക്രോക്കിനെ കണ്ടോ, സാൻഡേഴ്സിനെ കണ്ടോ, ഇവരൊക്കെ എങ്ങനെയാണ് ഹാർലൻ സാൻഡേഴ്സ് ഒക്കെ. ഇവരൊക്കെ അവള് ജൂയിഷാണ്, അവൾക്ക് ഇത് പ്രശ്നമായില്ല. അവൾ അവിടെ വഴിയിൽ കണ്ട സാധനമാണ് ഞാൻ കാണിച്ചത്. പക്ഷെ ഇത് ഒഫൻഡ് ആയതെല്ലാം വേറെ ആളുകൾക്കാണ് കേട്ടോ. അവൾക്ക് പ്രശ്നമില്ല. ജൂയിഷുകാർക്ക് ഇല്ലാത്ത പ്രശ്നം മറ്റുള്ള ആളുകൾക്ക് എന്തിനാന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. അവരുടെ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും എന്റെ വീഡിയോ ഇട്ട് 500 സബ്സ്ക്രൈബറുള്ള അല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബറുള്ള ആളുകൾക്ക് അത് 12,000 20,000 ആക്കണം. അതിനുവേണ്ടി എന്റെ പേര് ഉപയോഗിച്ചു. യഹൂദരായിട്ടുള്ള പല ആളുകളും കണ്ടിട്ട് അവർക്ക് ഓക്കെയാണ്, പക്ഷെ ഓക്കെ അല്ലാതെ വന്നത് ചേട്ടന് മാത്രമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആളാരെന്ന് മനസ്സിലായല്ലോ. ഞാൻ പറയുന്നത് ഹിച്ചിക്കിങ്ങെന്നേ പറയത്തുള്ളൂ. മുസൽമാൻ എന്താ കുഴപ്പം? എന്താണ് മുസൽമാൻ എന്ന് വിളിച്ചാൽ? നീ ഒരു മുസ്ലിം ആണെങ്കിൽ, നീ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോയുടെ ആദ്യം നീ മുസ്ലിം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തിനാണ് ഭയങ്കര അപകർഷതാബോധം ഉണ്ടായത്? ഞാനൊരു ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ചത്തു കിടക്കുമല്ല. ഞങ്ങളുടെ സഭയിൽ ആരെങ്കിലും തിണ്ടത്തരം കാണിച്ചാലും ഞാൻ പറയും. ഇതിന് മുന്നത്തെ വീഡിയോക്കകത്തൊരു പാസ്റ്റർ കർത്താവിനുമായിട്ട് മൊബൈലിൽ വിളിച്ചിട്ട് വോയിസ് മെസ്സേജ് ഇട്ടപ്പോഴും ഞാൻ അവൻ്റെ തന്തയ്ക്ക് വിളിച്ചവനാണ്. മനസ്സിലായോ? നമ്മൾ ഒരു മതത്തിനും വേണ്ടി ചത്ത് പെറ്റ് കിടക്കുമല്ല. നീ പറഞ്ഞതിനകത്ത് ജൂയിഷിനൊന്നും കുഴപ്പമില്ല. ഏതാണ്ട് നീ ഇങ്ങോട്ട് വന്നത് തന്നെ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ഡൂക്കിലി യൂട്യൂബേഴ്സിന്, കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി ഞങ്ങളുടെ കുടുംബത്തിലോട്ട് അരി മേടിക്കാനാണ്, ത്യാഗത്തിന് വേണ്ടിയാണ് നീ വന്നതെന്ന് പറഞ്ഞു. ശുദ്ധ നുണ, ശുദ്ധ മണ്ടത്തരം, നിൻ്റെ അജ്ഞത. മനസ്സിലായോ? നീ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് നിൻ്റെ കള്ളത്തരം തുടങ്ങിയതാണ്. നിൻ്റെ സാമാനം ലഗേജ് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം ലഗേജ് കാണിക്കുമ്പോൾ പൊട്ടാതിരിക്കുകയും പിന്നെടുത്ത് ഇങ്ങോട്ട് 4 മണിക്കൂർ എൻ്റെ ലഗേജ്. ഗൈസ് നോക്കൂ ഗൈസ്, ഞാൻ ഒരു എയർപോർട്ടിലും അനുഭവിക്കാത്ത കാര്യങ്ങൾ. ഗൈസ് നോക്കൂ എൻ്റെ ബാഗ്. എന്തിനാടാ കള്ളത്തരം പറയുന്നത്? തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ തന്നെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഇവിടെ നീ ബെൽറ്റ് ഊരേണ്ടി വരും, ചിലപ്പോൾ പാൻറ് ഊരി കാണിക്കേണ്ടി വരും, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രോസസ്സ് വഴി എല്ലാം കാണിക്കേണ്ടി വരും. എന്നിട്ടും നിനക്ക് ദുബായ് ചെന്ന് കഴിയുമ്പോൾ ഇത് തന്നെ കാണിക്കേണ്ടി വരത്തില്ലേ? നീ പറയുക ഗൈസ് ഇസ്രായേലിൽ വെച്ച് ചെക്കിങ് ഉണ്ടായിരുന്നു ഗൈസ്, അതേ സെയിം ചെക്കിങ് ദുബായിലുണ്ടാവുമെന്ന് പറയുമോ? സോ പച്ചക്കള്ളങ്ങൾ നിൻ്റെ മൊത്തം പൊട്ടുന്നത്, പൊട്ടിപ്പാളീസാകുന്നത് എയർപോർട്ട് CC ക്യാമറയിലാണ്.
കേട്ടോ. എയർപോർട്ട് CC ക്യാമറയിൽ നീ വന്ന നിമിഷം ഇറങ്ങിയപ്പോൾ തൊട്ട് നിൻ്റെ ലഗേജ് നീ തന്നെ പൊട്ടിച്ചിട്ടിട്ട് വീഡിയോ എടുത്തിയ ആ നിമിഷം തന്നെ നിൻ്റെ ഉള്ളിലെ പച്ചക്കള്ളം അല്ലെങ്കിൽ നീ പോലും അറിയാതെ നിന്നിലെ എന്തൊക്കെയോ വന്ന് മറ്റേ ജൂയിസ് ജട്ടി കണക്ട് ചെയ്യുന്നത് കണ്ടോ. പിന്നെ ഇസ്രായേലിലേക്ക് നീ വന്നപ്പോൾ വഴി കാണിച്ചു തന്ന ഇസ്രായേലുള്ളവരെല്ലാം നല്ലവരാണ്, സഹായിക്കുന്നവരാണ്, യങ്സ്റ്റേഴ്സാണ്, എല്ലാ രാജ്യത്തും ഉണ്ട്. അപ്പം നീ ഇതുവരെ പോയ ഒരു രാജ്യത്തും നിന്നെ ആരും വഴി കാണിച്ചില്ലേ? നിനക്ക് വഴി കൊണ്ട് കാണിച്ചില്ലേ? ഒരു കട കാണിച്ചു തന്നില്ലേ? ഇസ്രായേലിൽ മാത്രമാണ് നീ അത് കണ്ടത്. അതെല്ലാ രാജ്യങ്ങളും കോമൺ കാര്യമാണ്. അതുപോലെ തന്നെയാണ് എയർപോർട്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് ദുബായ് വഴി കൊച്ചിയിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ എയർപോർട്ട് ചെക്കിങ്ങിൻ്റെ സെക്യൂരിറ്റി ഭാഗമായിട്ട് ചിലപ്പോൾ ഞങ്ങളുടെ വാച്ചോ ഞങ്ങളുടെ ഷർട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബെൽറ്റോ ഞങ്ങളുടെ ഓർണമെൻറ്റ്സോ എല്ലാം ഊരി ഒരു ട്രേയിലിട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും അറിയാം, സെക്യൂരിറ്റിക്കാർക്കും അറിയാം, ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കുന്നില്ല എന്ന്. പിന്നെ ആകാശത്തൊന്നും സൂപ്പർ മാർക്കറ്റ് ഇല്ലല്ലോ ആകാശത്ത്. നീ ഇത് വളരെ വ്യക്തമായി വീഡിയോ കാണണം. ആകാശമാർഗ്ഗങ്ങളിൽ സൂപ്പർ മാർക്കറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊന്നും നമുക്ക് കഞ്ചാവും സ്വർണ്ണവും ഒന്നും മേടിക്കാൻ പറ്റില്ല തിരികെ കയറ്റാൻ. എന്നിട്ട് ഈ സാധനം ചെല്ലുന്നത് ദുബായിലോട്ടാണ്. ദുബായിയുടെ എയർപോർട്ടിൻ്റെ അകത്താണ്. അവിടുന്ന് ഞങ്ങൾക്ക് ഈ കഞ്ചാവോ സ്വർണ്ണമോ ഒന്നും കിട്ടില്ല. എന്നാലും അവിടെ ചെന്ന് ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ ഈ ബെൽറ്റൂരും ഈ വാച്ചൂരും അല്ലെങ്കിൽ എല്ലാ ഊരും നമ്മൾ പറയുമോ ഗൈസ് എന്നെ എല്ലാം ഊരിച്ചു ഗൈസ്? പറയില്ല. വിദ്യാഭ്യാസമുള്ളവൻ പറയത്തില്ല. ഓരോ യാത്രകളും അറിവിലേക്കാണ് എന്നിങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ നിൻ്റെ കാര്യത്തിൽ മനസ്സിലായോ? അപ്പോൾ അവിടെ തുടങ്ങി നിൻ്റെ ഉള്ളിലെ പൊള്ള. മനസ്സിലായോ? യുദ്ധത്തിൻ്റെ ഇടയിലോട്ട് നീ ഇവിടെ വന്നുവെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളിൽ കുറച്ച് എക്സ്ട്രാ ചെക്കിംഗ് ഉണ്ടാകുമെന്നത് നീ ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല, നീ ഒരു യാത്രികനായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ല. അവിടെ നീ വന്നതുകൊണ്ട് നിന്നെ ചെക്ക് ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന രീതിയിലാണ് ഫസ്റ്റ് വീഡിയോ. പിന്നെ അറബ് വിരുദ്ധ കാര്യങ്ങൾ നീ കാണിക്കുന്നു. അതിനുശേഷം ജൂത ജട്ടിയിലേക്ക് പോകുന്നു. ഇതൊക്കെയാണോ നീ കണ്ട കാഴ്ചകൾ? നിൻ്റെ ഉൾക്കാഴ്ചകൾ ഇതായിരുന്നോ? അല്ലെങ്കിൽ നീ നല്ലത് കണ്ടിട്ട് അതിൻ്റെ അകത്തൊരു ചെറിയ മേമ്പൊടിക്കേ ബിരിയാണി ഇങ്ങനെ ചെറിയ മേമ്പൊടി ഒരു കഥ ഞാൻ പറഞ്ഞുതരാം നിനക്ക്. എന്താണെന്നറിയോ? ഒരു നല്ല കല്യാണത്തെ മുടക്കാൻ വേണ്ടി രണ്ടുപേര് ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നു. ആ കല്യാണത്തിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം കണ്ടു, ബിരിയാണിയും കഴിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരമാണ് മനസ്സിലായത്, അയ്യോ കല്യാണം മുടക്കാനാണല്ലോ ഞാൻ പോയെന്ന്. പക്ഷെ കല്യാണം അവിടെ മുടക്കാനും പറ്റിയില്ല. പിന്നെ പറയാൻ പറ്റിയ എന്താണ്? കല്യാണം കുഴപ്പമുണ്ടായില്ല, വലിയ കുഴപ്പമില്ലായിരുന്നു, ബിരിയാണിക്കകത്ത് ഇച്ചിരി ഉപ്പില്ലായിരുന്നു. അതുതന്നെയാണ് നീ ഇങ്ങോട്ട് കയറി വരാൻ നേരം ഇസ്രായേലിൻ്റെ കുറച്ച് കുറ്റങ്ങൾ കേൾക്കാമല്ലോ എന്നോർത്തിരുന്ന നിൻ്റെ പ്രേക്ഷകർക്ക് 2-3-4 ദിവസമായിട്ട് ഇസ്രായേലിൻ്റെ കുറ്റങ്ങളെക്കുറിച്ചൊന്നും പറയാൻ നിനക്ക് പറ്റാതെ പോയത് അത് നിൻ്റെ അജണ്ടയെ കുറച്ചൊക്കെ പൊളിച്ച് അഴിക്കാൻ പറ്റിയതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അപ്പം ഇനി നിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. നിൻ്റെ വെല്ലുവിളി. യഹൂദ മതക്കാരനാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ യഹൂദ മതക്കാരനല്ല, ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. മനസ്സിലായോ? മതമേതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറയുന്ന ഒരു കേരളത്തിൽ നിന്ന് വന്ന ഒരാൾ. മനസ്സിലായോ? എനിക്ക് ഹിന്ദു അല്ലെങ്കിൽ മുസൽമാൻ അല്ലെങ്കിൽ ക്രൈസ്തവൻ എല്ലാവരും സൗഹൃദത്തിലുണ്ട്. ഞാൻ സൗദി ജോലി ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്ക് പാകിസ്ഥാനിൽ സൗഹൃദ ഫ്രണ്ട്ഷിപ്പുണ്ട്. ഞാൻ സൗദി ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ആ ഒരു ടീം ഇപ്പോഴും ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതുകൊണ്ട് ഹിന്ദു മുസൽമാനും അല്ലെങ്കിൽ ഞാൻ ഹിന്ദു എന്ന് പറയുന്നതോ ഞാൻ മുസൽമാൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നീ മഹിൻ ഒരു മുസൽമാനാണ് പറയാമല്ലോ അവനൊരു മുസൽമാനാണ് എന്ന് പറയുമ്പോൾ നീ ഉദ്ദേശിച്ചത് അതിനകത്തെ പരിഹാസമാണെങ്കിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായോ? ഒരു കെയർ ഗീവർ സെക്ടറിൽ ആളെ ഇറക്കുന്ന ഒരാളെന്ന രീതിയിൽ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് വിസ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഇസ്രായേലിലേക്ക് വരുവാൻ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്ക് ആഗ്രഹമുണ്ട്. തെളിവ് വേണമെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ കാണിച്ചു തരാം. മനസ്സിലായോ? അപ്പം ഇങ്ങനെ പല കൂട്ടങ്ങളുള്ളപ്പം അവർക്കാർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഒരു മുസൽമാൻ എന്ന രീതിയിൽ നിനക്ക് കിട്ടിയെങ്കിൽ ഇവിടെ യുദ്ധ സാഹചര്യമാണ് എങ്കിലും നിനക്ക് സുരക്ഷിതത്വം നൽകുവാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിനും IDF-നും സാധിക്കും. അതുകൊണ്ട് പ്ലീസ് കം, വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് പ്രോസസ്സുകൾ പൂർത്തീകരിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ടെങ്കിൽ നീ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിരുന്നു. സാമാന്യ മര്യാദയ്ക്ക് അതായിരുന്നു ആദ്യം ചെയ്യേണ്ട വീഡിയോ. ഈ യുദ്ധ സാഹചര്യങ്ങളിൽ പോലും എനിക്കൊരവസരം നൽകിയത് പക്ഷെ കണ്ടില്ല. നിനക്ക് മറ്റേ ചേരിചേരാ നിയമം ഉണ്ടാക്കിയതുപോലെ ചേരിക്കാത്ത കുറേ സംഭവങ്ങളും പിന്നെ അവിടെ ഇവിടെയും കിടക്കുന്നവരൊക്കെയും യുദ്ധമൊക്കെ ചിലപ്പോൾ പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? നിൻ്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഹമാസ് അല്ലെങ്കിൽ ഹോസ്റ്റേജുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന്.
ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നീ പറഞ്ഞൊരു കാര്യം, അതായത് KFC എന്ന് പറയുന്ന സാധനം കഴിക്കരുത് എന്ന് നീ പറഞ്ഞിട്ടില്ല എന്നാണ്. നീ പറഞ്ഞിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ചേട്ടനെ ഒഫൻഡ് ചെയ്ത അതിന് ഞാൻ ക്ഷമാപണം പറയുകയാണ്. പക്ഷെ ചേട്ടൻ വന്നത് ക്ഷമാപണമൊന്നും പറയണ്ട. ക്ഷമാപണത്തിനൊന്നും ആവശ്യമില്ല. ക്ഷമാപണം വേണോ അല്ലെങ്കിൽ ക്ഷമാപണം വേണോ എന്നതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇതിനകത്ത് ക്ഷമാപണത്തിൻ്റെ കാര്യമില്ല. കാര്യം യാത്രകൾ നിനക്കൊരു ബിസിനസ്സാണ്, നിൻ്റെ ജീവിതമാർഗമാണ്. അത് നീ വൃത്തിയായിട്ട് ചെയ്യുക. അതിനകത്ത് പക്വതാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിപ്പോഴും പറയുന്ന കാര്യമാണ്. നിനക്ക് തന്നെ അറിയാം, ഹൈഫയിൽ വന്നപ്പോൾ നിന്നോട് സംസാരിച്ചിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് എനിക്കറിയാം. അവരെന്താണ് നിന്നോട് സംസാരിച്ചെന്ന് പറയാം. അതിനെ നീ ചെറുതായിട്ടൊക്കെ ഒന്ന് വളച്ചു പിടിക്കാൻ നോക്കി. പക്ഷേ തമ്പനയിൽ നീ മാറ്റിയില്ല. അതിന് പകരം നീ നാമം എന്നൊക്കെ ആക്കി. അപ്പം നിൻ്റെ ഹിഡൻ അജണ്ടയിൽ ഞാൻ പറഞ്ഞല്ലോ, കാക്ക ഒളിച്ചാൽ കൊക്കാവില്ല എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ മറ്റേത് കിടക്കും. ഏതാണ്? ഒരിത് കിടക്കും. അതെന്താണെന്ന് നിനക്കറിയാം. അത് വിട്. എനിക്ക് തോന്നുന്നത് ചേട്ടൻ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ട് ചേട്ടന് കുറച്ച് വ്യൂസ് കൂടാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പൊന്നു മഹീനെ, മണ്ട, മരമണ്ട, എൻ്റെ ഉപജീവനമാർഗമല്ല യൂട്യൂബ്. മനസ്സിലായോ? ഞാൻ ഇന്ന് വരെ ചെയ്ത ഒരു യൂട്യൂബിൽ നിന്നും 1 രൂപ പോലും വരുമാനം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ്. നിൻ്റെ തലയിലേക്ക് ഒന്നും കൂടെ ഞാൻ പറയാണ്, ഏകദേശം 1000 പേര് പോലെ ഒരു വരുമാനത്തിന് ഇപ്പം ഇത്ര ആയില്ലേ? ഇസ്രയേലിന് വേണ്ടി മാത്രം, ഇസ്രയേലിലേക്ക് തൊഴിൽ സെക്ടറിലേക്ക് മാത്രം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഏജൻസി പരമായിട്ടും ഒക്കെയും എൻ്റെ ബിസിനസ്, അതായത് കെയർ ഗിവർ സെക്ടറിലേക്ക് വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇസ്രയേലിലേക്കുള്ള നിയമങ്ങൾ, ഇസ്രയേൽ എയർപോർട്ടിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, ഇസ്രയേൽ ജോലിയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നിങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു ചാലകമാണിത്. ഇതൊരു വരുമാന മാർഗം, യൂട്യൂബ് വരുമാന മാർഗമോ അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള വ്ളോഗേഴ്സിനെ വെച്ചുകൊണ്ട് കുറച്ച് പേരെ അങ്ങോട്ട് കൂട്ടിയിട്ട് അതിൽ നിന്നൊരു വരുമാനം എടുക്കാവോ എന്നൊന്നും എനിക്ക് വേണ്ട. കാര്യം എന്നറിയോ? നീ യാത്ര ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ച് വരുമാനം നീ എടുക്കുന്നത് പോലെ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും പരിഹസിക്കുന്ന പല വാക്കുകളിൽ ഉള്ള പരിഹാസ രൂപേണയുള്ള പല കാര്യങ്ങളിൽ ഉണ്ടെന്നിരിക്കെ നിനക്കൊക്കെ ജ്യൂസിനോട് ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞു വെക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും പച്ചക്കള്ളമായിരിക്കും. നിനക്ക് ജ്യൂസിനോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? 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 ആലോചിക്കുക. കാരണം അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ എന്നെ ഹേറ്റ് പരമായിട്ട് പറയേണ്ടായിരുന്നു. ഒരു മലയാളി യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ചേട്ടന് പേഴ്സണലായിട്ട് പറയാൻ. ഒരു മലയാളി യാത്ര ചെയ്യാൻ വന്നതാണ്. പക്ഷെ നിൻ്റെ യാത്രയിൽ എവിടെയോ എന്തോ എന്നത് നിനക്ക് നന്നായിട്ടറിയാം. യാത്ര ചെയ്യാൻ വന്ന എയർപോർട്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ വന്ന എയർപോർട്ടിൽ വന്നിട്ടുള്ള സ്റ്റാഫ് നിന്നോട് നിൻ്റെ ലഗേജുകൾ പൊട്ടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ ഇസ്രയേൽ കാണാത്ത മണ്ടനല്ല ഞങ്ങൾ. ഇസ്രയേലിനെ കുറിച്ച് അറിയാത്ത മണ്ടന്മാരല്ല ഞങ്ങൾ. ഇസ്രയേലിൽ എയർപോർട്ടുകളിൽ ഇറങ്ങിയും ഇസ്രയേൽ എയർപോർട്ടിൽ അതിഥികളെ സ്വീകരിച്ചും ഒരുപാട് പേരെ സ്വീകരിക്കാൻ അവസരങ്ങൾ കിട്ടുകയും ജോലിക്കാരെയും തൊഴിൽപരമായിട്ട് വരുന്നവരെയും സിനിമാ നടന്മാരെയും ആക്ടേഴ്സിനും ഒക്കെ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് പ്രകാരം അവർക്കൊന്നുമില്ലാത്ത ദുഃഖം, അവർക്കൊന്നുമില്ലാത്ത കാഠിന്യം നിനക്കുണ്ടായിട്ടില്ല. അവർക്കൊന്നും ഉണ്ടാകാത്ത ഒരു സുഖ സൗകര്യങ്ങൾ നിനക്കുണ്ടായിട്ടില്ല. അവർക്കൊന്നും ഉണ്ടാകാത്ത ഒരു പ്രയോറിറ്റി നിനക്ക് ലഭിച്ചിട്ടില്ല. അവർ ചെക്ക് ചെയ്തെങ്കിൽ അവരുടെ രീതിക്ക് തന്നെയാണ് അവർ ചെക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കള്ളത്തരം, പച്ച കള്ളത്തരം, നുണ, നിൻ്റെ ബാഗ് പൊട്ടിച്ചിട്ടിട്ട് കാണിച്ചിട്ട് ഡ്രാമയിൽ തുടങ്ങിയ നിൻ്റെ കള്ളത്തരമാണ്. അത് മാത്രമാണ് ഞങ്ങളുടെ പ്രതിഷേധം, എൻ്റെ പ്രതിഷേധം. അല്ലാതെ മഹീൻ എന്ന് പറയുന്നൊരു വ്യക്തി എനിക്ക് അറിയുക പോലുമില്ല. നീ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം ചെയ്ത വീഡിയോസ് എൻ്റെ സൗഹൃദങ്ങളിൽപ്പെട്ടവർ എനിക്ക് അയച്ചു തന്നിട്ട് ജൂച്ചേട്ടാ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ മുഴുവൻ വീഡിയോസ് ശ്രദ്ധിച്ചപ്പോൾ അതിനകത്ത് നിനക്ക് താലിബാനെ വെളുപ്പിക്കലും ഹമാസ് അല്ലെങ്കിൽ പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ മാത്രം കാണുന്ന നിൻ്റെ കണ്ണ്, അതാണ് പ്രശ്നം. KFC എന്ന് പറയുന്ന സാധനം ഇസ്രയേലിൻ്റെ അല്ല. എങ്കിൽ പോലും KFC ഇസ്രയേലിൻ്റെ ആണെന്ന് വരുത്തി തീർത്തിട്ട് KFC കഴിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പാലസ്തീനിലെ കുട്ടികളെ കൊല്ലാൻ ഇസ്രയേൽ ഉപയോഗിക്കുമെന്ന് നീ പറഞ്ഞെങ്കിൽ നീ പറയാതെ പറഞ്ഞു വെച്ചതും KFC കഴിക്കരുത് എന്നതാണ്. അല്ലെങ്കിൽ നീ പറയണം. എന്നിട്ട് അതിൻ്റെ താഴെ മൂട്ടിക്കൊണ്ട് ട്രാവൽ ഈസ് എ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ KFCയിൽ നീ കണ്ട പൊളിറ്റിക്സ് എന്താണ്? KFCയിൽ കഴിച്ചാൽ പാലസ്തീനിലെ കുട്ടികളെ കൊല്ലാൻ ഇസ്രയേലുകാർ ഉപയോഗിക്കുമെന്ന ഒരു കോൺട്രവേഴ്സി വെച്ചിട്ട് KFC കഴിക്കരുത് എന്ന് നീ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ധൈര്യമുണ്ടോ അവസാനത്തെ ഈ ഒരു കാര്യം നിനക്ക് നിറവേറ്റാൻ? നീ തന്നെ പറഞ്ഞാണ്, നിന്നോട് ആരും പറയിച്ചല്ല. നീ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഹലോ നമസ്കാരം. ഞാൻ ആക്ച്വലി
അത് വിട്ട് പോട്ടെ. ആക്ച്വലി ഞാൻ 3 ദിവസം തിരക്കായിരുന്നു, അല്ലെങ്കിൽ 3 ദിവസം വീഡിയോ ചെയ്തില്ല. അപ്പോൾ എന്നെ കുറേ പേര് അന്വേഷിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നീ സത്യം പറഞ്ഞാൽ നീ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം. പിന്നെ IDF നിന്നെ വിളിച്ചു സ്വാഗതം ചെയ്തു, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തൊട്ടടുത്ത ഒരാൾ നിന്നെ ഷബാത്തിന് വിളിച്ചു. ഷബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഷബാത്ത് എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി പ്രത്യേകം നീ ഇസ്രായേലിൽ വന്നു എന്നതിൻ്റെ പേരിൽ ഇസ്രായേലുകാർ നിനക്ക് നൽകുന്ന ആദരവൊന്നുമല്ല. അന്നും ഇന്നും എന്നും വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വരെ ദൈവത്തിന് കൊടുത്തുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നൽകിക്കൊണ്ട്, വാഹനം പോലും ഓടിക്കാതെ, അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരുന്നുകൊണ്ട് അവരാചരിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നെ വിളിച്ചു എന്നത് വലിയ അങ്ങനെ കാര്യമൊന്നുമല്ല. അങ്ങനെ വിളിച്ചു എങ്കിൽ തീർച്ചയായിട്ടും നീ വീഡിയോ ചെയ്യണമായിരുന്നു. IDF നിന്നെ കൊണ്ടുപോകാൻ തയ്യാറായെങ്കിൽ നീ പോയില്ലെന്നുണ്ടെങ്കിൽ അവിടെയും എനിക്ക് ആരോപിക്കേണ്ടി വരും. അങ്ങനെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പാലസ്തീൻ്റെ കാര്യമൊക്കെ എന്താവല്ലേ? IDFനെ ടെററിസ്റ്റ് എന്ന് വിളിച്ചാണല്ലേ നീ, അല്ലേ? എന്തൊരു ഇന്ത്യൻ പട്ടാളക്കാരായിട്ടുള്ളവർ നിൻ്റെ കൂടെ ഉള്ളവരെ എന്താണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ മഹാനല്ലേ നീ? അതുകൊണ്ട് വെള്ള പൂശാനും എരവാദം ഇറക്കാനും ശ്രമിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ ഇബ്നു ബത്തൂത്തിയെ പോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നീ പറഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ പേര് പറഞ്ഞാൽ ചിലപ്പം ആയാലും, അതുകൊണ്ട് നീ അതിലൂടെ യുവജനങ്ങൾക്ക് മാതൃക കൊടുക്കാൻ ആഗ്രഹിച്ച ആളല്ലേ, ഇബ്നു ബത്തൂത്തിയെ പോലെ. എന്നിട്ട് യൂറോപ്യൻ യാത്രകളിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലും ട്രെയിൻ ട്രാവലിലൊക്കെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് ആയിട്ട് നീ തന്നെ പറയുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നു, അവരെ തെറി പറയുന്നു എന്നിങ്ങനെ കാര്യങ്ങളെക്കുറിച്ച്, അല്ലേ? ഇതാണോ ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ആൾ നിനക്ക് കാണിച്ചു തന്ന മാതൃക? ഇനി നിൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് കിടക്കാം. അതായത് നീ പറഞ്ഞു വെച്ചത് KFC കഴിച്ചാൽ അതിൻ്റെ ഫണ്ട് ഇസ്രയേൽ പലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കും എന്നതുകൊണ്ട് KFC കഴിക്കണമെന്നാണോ നീ പറയുന്നത്? KFC കഴിക്കേണ്ടതാണോ പറയുന്നത്? നീ പറഞ്ഞത് KFC കഴിക്കരുത് എന്ന് നീ പറഞ്ഞിട്ടില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ നീ ഇസ്രായേലിന് സപ്പോർട്ടാണ്. KFC കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് സപ്പോർട്ടാണ്. KFC കഴിക്കല്ല് എന്ന് പറഞ്ഞാൽ പാലസ്തീന് സപ്പോർട്ടുമാണ്. നീ പറയുന്നത് ഇസ്രായേലിന് സപ്പോർട്ടാണ് എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിൻ്റെ നിലപാടുകളെല്ലാം മാറ്റേണ്ടി വരും. കാരണം KFC കഴിക്കാനേ പാടില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. KFC കഴിക്കാൻ പാടില്ല എന്ന് നീ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ തെളിയിച്ചാൽ നിൻ്റെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഉൾപ്പെടെ ബാക്കിയുള്ളതെല്ലാം പൂട്ടി നീ പൊക്കോളാന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാരും നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചതല്ല. സോ നമുക്ക് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകാം. കാര്യം സമയം ഒട്ടുമില്ല. കാര്യം യൂട്യൂബ് നമ്മുടെ ഉപജീവനമല്ല, നമുക്ക് ജോലിയുണ്ട്. എന്തായാലും നോക്കാം. ബന്ധം പറഞ്ഞപ്പോഴാണ് പല ആളുകൾക്കും തോന്നിയത്. അപ്പൊ അതിൽ ഞാൻ പറയുന്നില്ല KFC കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അത് തിരുത്തുവാണ്. ചേട്ടൻ വീണ്ടും ആ പഴയ വീഡിയോ എവിടെയാണ് കണ്ടത് അവിടെ പോയി ഒന്ന് നോക്കുക. KFC കഴിക്കരുത് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ ഈടാക്കുമ്പോൾ ഒരു രാജ്യത്തിനെ അത് അഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതേ ഇത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ചേട്ടൻ തെളിയിക്കുവാണെങ്കിൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഒരിക്കലും ഒരിടത്തും KFC കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഇന്റർവ്യൂവിലും യാത്രയും രാഷ്ട്രീയവും എങ്ങനെ കണക്റ്റഡ് ആവും എന്നുള്ളൊരു ഉത്തരത്തിൽ യാത്രയും പൊളിറ്റിക്സും എങ്ങനെ കണക്റ്റഡ് ആവും എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് KFC വരുന്നത് എന്ന് പറഞ്ഞാൽ നീ പറയണം. യാത്രയും പൊളിറ്റിക്സും, യാത്രകളിലെ പൊളിറ്റിക്സ് പലതാണല്ലേ. പൊളിറ്റിക്സ് എന്ന വാക്ക് തന്നെ പൊളിറ്റിക്സിന് വേണ്ടിയുള്ളതാണ്, യാത്രയ്ക്ക് വേണ്ടിയുള്ളതല്ല. അപ്പം നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള പക്വതപരമായ ഉത്തരം അത് കൊടുക്കാൻ പറ്റാതെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പാലസ്തീൻ സ്നേഹത്തോട്, നിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പാലസ്തീൻ സ്നേഹത്തോട് KFCയോടൊന്ന് ഉപമിച്ച്, ഇസ്രയേലിൻ്റെ പ്രോഡക്റ്റ് അല്ലാത്ത KFC അല്ലേ? KFC എന്ന് പറയുന്ന അതിൻ്റെ ഓഹരി ഇസ്രയേൽ ബന്ധമേ ഇല്ല. KFCയുടെ മേജർ 10% ഓഹരി എന്ന് പറയുന്നത് ജാപ്പനീസാണ്. അതിന് ശേഷമാണ് KFC ബിസിനസ് അസോസിയേഷൻ ഉള്ളത്. അപ്പം ഒരു KFC ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇസ്രയേല് നിങ്ങൾ KFC കഴിച്ചാൽ ആ KFCയിലെ ഫണ്ട്, അതിൻ്റെ ഓഹരി ഇസ്രയേലിലേക്ക് പോകുമെന്നും അതിൽ നിന്ന് പണിയായുധങ്ങൾ ഉണ്ടാക്കിയിട്ട് പാലസ്തീൻ കുഞ്ഞുങ്ങളെ കൊല്ലും എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ പറയാതെ പറഞ്ഞു വെച്ചതും നിൻ്റെ ഉള്ളിലുള്ളതും നീ പുറത്തേക്ക് വമിപ്പിക്കാൻ ശ്രമിച്ചതും
KFC കഴിക്കരുത്, ഇസ്രായേലിന് ഫണ്ട് കിട്ടരുത്, പാലസ്തീൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്നാണ്. പക്ഷേ KFC ഇസ്രായേലിൻ്റെ ആണോ? അല്ല. അപ്പോൾ നീ പറഞ്ഞു വെച്ച് ഇത് തന്നെയാണ്. അതല്ല എന്ന് ആരെങ്കിലും പറയട്ടെ, നീ ഇൻ്റർവ്യൂ തന്നെയാണ് പറഞ്ഞത്. നിൻ്റെ ഇൻ്റർവ്യൂ വഴി KFC കഴിക്കണം എന്നാണ് നീ ഉദ്ദേശിച്ചെങ്കിൽ നീ പാലസ്തീനെതിരാണ്. KFC കഴിക്കരുത് എന്നാണെങ്കിൽ നീ ഇസ്രായേലിനെതിരാണ്. അപ്പോൾ യാത്രയിലെ പൊളിറ്റിക്സ് അല്ല ഇത് പ്രശ്നം. നിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എന്തോ അത്. ഞാൻ അതിന് മതമെന്നോ ജാതി എന്നോ ഒന്നും ഞാൻ പറയത്തില്ല, പറയാനോട്ട് ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകും. പക്ഷെ പറഞ്ഞു പോയത് എയറിൽ കിടക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും അത് പൊക്കിയെടുത്തുകൊണ്ട് വരിക തന്നെ ചെയ്യും. അതാണ് ഇതിൻ്റെ അകത്തെ രണ്ടാമത്തെ കാര്യം. പിന്നീടുള്ളത് ഒരുപാട് കാര്യമുണ്ട്. അപ്പം വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് യൂട്യൂബ് നിർത്താൻ നീ തയ്യാറാണോ? ഇൻസ്റ്റാഗ്രാം നിർത്താൻ നീ തയ്യാറാണോ? എടുത്തു ചോദിക്കുകയാണ്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തൊട്ട് ഒന്നാമത്തെ വീഡിയോ മുതൽ രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോയിലൊന്നും നീ പറയും ഒരു രാജ്യത്ത് എന്നാൽ ആ രാജ്യത്തിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നീ പറയും എന്ന്. പോസിറ്റീവ് പറഞ്ഞാൽ പോസിറ്റീവ് അംഗീകരിക്കും, നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് അംഗീകരിക്കും. പബ്ലിക് ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഉത്തരങ്ങളും ചോദ്യങ്ങളും എല്ലാം തേടും. ഇനി ചില വിഷയങ്ങളിൽ മാത്രം മൃദു സമീപനവും, ചില വിഷയങ്ങളിൽ, അതായത് ഇസ്രയേലിൽ വന്നിട്ട് ഈ പറയുന്ന ചില വിഷയങ്ങളിൽ നീ കാണിക്കുന്ന അമിതാവേശങ്ങളും കാണുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കും. അതിന് മതവും ജാതിയും വർഗമൊന്നുമില്ല. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ വിഷയം തുടക്കമിട്ടത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ഇസ്രയേലുള്ള ഒരു ജോലിക്കാരനാണ്. ഇസ്രയേലിലെ ജോലിക്കാരൻ്റെ പ്രത്യേകത കൂടി നീ അറിയണം. സ്വദേശിക്കും വിദേശിക്കും ഒരേ നിയമം. ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ വിദേശിക്കും, ഇവിടുത്തെ കെയർ ഗീവർക്കും, ഇവിടുത്തെ എൻജിനീയർക്കും, നിനക്കും ഇനിയും വരാനിരിക്കുന്നവർക്കും, ഇവിടെ വന്നു പോയവർക്കെല്ലാം ഒരേ നിയമമുള്ള ഒരു ഇസ്രായേൽ മണ്ണ്. ക്രിസ്ത്യാനിയെ കാണുമ്പോൾ തുപ്പുന്ന യഹൂദനെന്ന് നിങ്ങളെപ്പോലുള്ളവർ പറയുന്ന ഈ മണ്ണിൽ നീ പോകുന്ന വഴികളിലൊക്കെയും ഷോപ്പുകളിൽ കുരിശും ബൈബിളും എല്ലാം കാണും. ഞാൻ ഇസ്രായേലിലായിരിക്കുമ്പോൾ എൻ്റെ ഇടതുവശത്തുള്ളതും ഈ പറയുന്ന കുരിശും കാര്യങ്ങളെല്ലാം തന്നെയാണ്. എന്നെ ഇവിടെ വന്നവരാൻ തന്നെ ഇറക്കി വിട്ടിട്ടില്ല. എന്നാൽ പാലസ്തീനിൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിരുന്ന സ്ഥലങ്ങളിലെല്ലാം ആക്രമണമുണ്ടായി. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ നീ പറയുന്നു പാലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന്. പാലസ്തീനിലെ കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കുന്നുള്ളൂ എന്ന്. എന്തുകൊണ്ട് എന്നൊന്ന് അവിടെ പോയി വീഡിയോ എടുക്കുന്നത് നല്ലതായിരിക്കും. വെല്ലുവിളിക്കുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന നടത്തുന്ന ഈ ഒരു കളിയുണ്ടല്ലോ, ഹമാസിൻ്റെ ഭീകരരെ വധിക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ നയമാണ്. ഇസ്രയേൽ യുദ്ധം ചെയ്തത് പലസ്തീനോടല്ല. നീ പറയുന്നത് അതിനകത്ത് ചെറിയൊരു മതം കൂടെ കുത്തിക്കയറ്റി ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധമാണ്, അധികാരത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ അധികാര പരിധിയിലേക്ക് ഹമാസിനെയോ ഫലസ്തീനിലോ എത്തിക്കുന്ന യുദ്ധമല്ലിത്. ഓക്കെ, ഇത് ഉറങ്ങിക്കിടന്ന ഒരു ജനതയുടെ മണ്ടയിലോട്ട് പറന്നിറങ്ങി വന്ന് ഗർഭിണിയായ ഒരു യുവതിയുടെ വയറ് കീറി കുഞ്ഞിനെ എടുത്ത് പുറത്തിട്ട് അത്രയേറെ ക്രൂരത ചെയ്ത് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് പുറത്തിട്ട് പട്ടാളക്കാരെ യുവതിയെ റേപ്പ് ചെയ്തുകൊണ്ട് വലിച്ചിഴച്ചുകൊണ്ട് കൊന്നിട്ടും പാപം തീരാതെ, അല്ലെങ്കിൽ കൊന്നിട്ടും പക തീരാതെ വലിച്ചിഴച്ചുകൊണ്ട് പോയി ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തതിനകത്ത് ഈ ഹമാസിന് എവിടെ ഫണ്ട് കിട്ടിയേ? അതിനെക്കുറിച്ച് പറയാമോ? അപ്പം ഞങ്ങൾ ഏത് ഭക്ഷണമാണ് കഴിക്കാതിരിക്കേണ്ടത്? ഞങ്ങൾ കഴിക്കാതിരിക്കേണ്ടത്? നീ യാത്രികനല്ലേ, പറ. KFC കഴിക്കാതിരുന്നാൽ ഒരു ഫണ്ടും കിട്ടാത്ത, ഒരു ഓഹരിയുമില്ലാത്ത ഇസ്രയേൽ ആയുധം പണിയുന്നത് KFCയിൽ നിന്നാണ് എന്നൊക്കെയുള്ള പൊട്ട ന്യായങ്ങൾ പറയുന്നത്. ഈ വീഡിയോയോട് ചേർത്ത് ഞാൻ കുറച്ച് കാര്യം കൂടെ, ഇപ്പം ഞാൻ പറഞ്ഞാലല്ലേ, കുറച്ച് അറിവുള്ള പണ്ഡിതന്മാർ, അവർക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല, അവരിതിൻ്റെ അവസാനം വന്ന് കുറച്ച് കാര്യങ്ങൾ പറയും. അതും കൂടെ മകൻ കേൾക്കണം. പിന്നെ ഇതിനൊരു വീഡിയോ കൂടെ ഉണ്ടാവും. പ്രിയ മകൻ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം യാത്രകൾ ചെയ്ത് മകൻ പോകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു. അതിൻ്റെ ഒരു വീഡിയോ കൂടെ
ഉടനുണ്ടാവും. പിന്നെ എൻ്റെ ഈ ചാനലിൽ നിന്ന് മോണിറ്റൈസ് ചെയ്ത് സബ്സ്ക്രൈബറെ ഉണ്ടാക്കി 1 രൂപ വരുമാനം ഞാൻ എടുത്തു എന്ന് നീ തെളിയിച്ചാൽ ഈ യൂട്യൂബല്ല, ഞാൻ ഇസ്രായേൽ വിട്ട് പോയിക്കോളാം. മനസ്സിലായോ? അതുകൊണ്ട് മോൻ കൃത്യമായിട്ട് വെല്ലുവിളി ഏറ്റെടുക്കുക. KFC കഴിക്കരുത് എന്ന് നീ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. KFC കഴിച്ചാൽ അതിൻ്റെ ഫണ്ട് നേരെ ചെല്ലുന്നത് ഇസ്രായേലിലേക്കാണെന്നും ആ പൈസ എടുത്തുകൊണ്ട് സൈന്യാധിപരും മേധാവിമാരും കൂടെ തോക്കും വെടിക്കോപ്പും ഉണ്ടാക്കിയിട്ട് പാലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം KFC കഴിക്കരുത് എന്നാണ്. അത് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി അത് തന്നെയാണെന്നും, അതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞതിൻ്റെ തെളിവ് ഇതിനവിടെ അറ്റാച്ച് ചെയ്യുന്നു. അതുകൊണ്ട് നീ പറഞ്ഞ വെല്ലുവിളി ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ തെളിയിച്ചാൽ നിൻ്റെ ഇൻസ്റ്റയോ യൂട്യൂബോ ഒക്കെ പൂട്ടിക്കേട്ട് പൊക്കോളാന്ന് പറയുന്നു. പോകണ്ട. നിനക്കിവിടെ ഈ പറയുന്ന തേർഡ് ഏരിയ ദേഗർഹണ്ണയിലൊക്കെ ഒരുപാട് നല്ല മുസ്ലിം സുഹൃത്തുക്കളും ഫാമിലിയും ഉണ്ട്. ഞങ്ങൾക്ക് മുസ്ലിം സുഹൃത്തുക്കളും ഫാമിലിയും അവിടെ അപ്പച്ചനെ അമ്മച്ചെ നോക്കാൻ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു ജോലി മേടിച്ചു തരാം. ഒരു 1.25 ലക്ഷം രൂപ ശമ്പളവും 1 ഇയർ ബോണസും, പിന്നെ നിർഭാഗ്യവശാൽ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ നമ്മളങ്ങനെ പറയുന്നത് അവർ മരിച്ചു പോയാൽ ഡെത്ത് മണിയായിട്ടും പിന്നെ എയർപോർട്ട് മണിയായിട്ടും ഇൻഷുറൻസ് ആയിട്ടും ഒക്കെയുള്ള ഒരുപാട് അലവൻസ് ഉള്ളൊരു പാക്കേജ് ചെയ്ത് തരാം. പിന്നെ നിനക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പം ഇതിന് ഉത്തരം നീ നൽകണം. സോ നിനക്ക് ഇബ്നു ബത്തൂത്തയെ പോലെ വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ. കാണുന്ന കാഴ്ചകളിലെ നല്ലതും മോശവും ഒക്കെ നിനക്ക് ചെയ്യാൻ സാധിക്കട്ടെ. പക്ഷേ അതിൻ്റെ ഇടയിലോട്ട് ചില തിരികെ കയറ്റലുകളും ഹിഡൻ അജണ്ടകളും നിനക്ക് നിൻ്റെ ഇതിൽ ഉള്ള ആൾക്കാരുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടി നീ അങ്ങനെ ഒക്കെ, അതായത് നീ പറഞ്ഞില്ലേ ഞാൻ ഇന്ന തബ്ദയിലിട്ടു പക്ഷേ ഞാൻ ഫോട്ടോ വേറെ ഇട്ടു, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്, വ്യൂസിനെ കിട്ടാൻ വേണ്ടിയാണ്. നിൻ്റെ ഉപജീവനമാണ്, നിൻ്റെ ആഹാരമാണ്, നിൻ്റെ അന്നമാണ് നിൻ്റെ യാത്ര. ഞങ്ങൾക്കതല്ല. ഈ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം ഇതാ ഇപ്പം വൈഫൈ കട്ടായ പോലെ യൂട്യൂബ് ഇല്ലെങ്കിലും ഞങ്ങൾ ഉപജീവനമുണ്ട്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഏജൻസി വർക്കുണ്ട്, കെയർ ഗിവേഴ്സിന് ഇറക്കുന്നുണ്ട്, കൺസെഷൻ ഇറക്കുന്നുണ്ട്, അഗ്രികൾച്ചർ ഉള്ള സമയത്ത് ഇറക്കിയിട്ടുണ്ട്. അത് കെയർ ഗിവേഴ്സിന് എല്ലാം മാസം ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കൊണ്ട് അങ്ങനെ ഇത് പ്രയോജനം ഉണ്ടാവട്ടെ കേട്ടോ. ഇസ്രായേലിലേക്ക് കെയർ ഗിവർ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിൻ്റെ സുഹൃത്തുക്കൾക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്തോ. നമ്മൾ വിശ്വാസത്തോടെ ഇവിടെ ഇറക്കി കൊടുക്കും, ജോലി മേടിച്ചു കൊടുക്കും, ട്രെയിനിങ്, വിസ പ്രോസസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തും കൊടുക്കും. സോ വെല്ലുവിളികളാവാം. ഇപ്പോഴും ഞാൻ പറയുന്നു, നിൻ്റെ ഈ വീഡിയോ വെറും പക്വതയില്ലാതായിപ്പോയി. മനസ്സിലായോ? പക്വതയില്ലാതായിപ്പോയി. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക, അത്രേ ഉള്ളൂ. അല്ലാതെ മഹിൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വീഡിയോ ചെയ്തിട്ട് 10,000 സബ്സ്ക്രൈബർ 12,000 ആക്കിയിട്ട് കോൾമയിര് കൊള്ളുന്നവരല്ല. മനസ്സിലായോ? അങ്ങനെ കോൾമയിര് കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടുമില്ല. യൂട്യൂബ് only just for giving the information related to Israel caregiver sector, Israel labor section according to PIBA or airport അതോറിറ്റീസ്, അല്ലെങ്കിൽ ഇവിടെ മാറി വരുന്ന നിയമങ്ങൾ, ഞങ്ങളുടെ അപ്ഡേഷൻസ്, ഞങ്ങളുടെ ആഘോഷങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് കുതുങ്ങിക്കൂടുന്ന കൊച്ചു യൂട്യൂബിനെ നീ നിൻ്റെ വലിയ നാവ് കൊണ്ടും വലിയ മണ്ടത്തരം കൊണ്ടും നിനക്കെതിരെ വീഡിയോ ചെയ്താൽ, അയ്യോ നിനക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബർ കൂട്ടിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ആദ്യം കാണിച്ച ചോറും അയലക്കറിയും കഴിക്കേണ്ട ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. നിനക്ക് ആ ഗതികേട് ഒരുപാട് തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ടാണ് നിനക്കിങ്ങനെ ഈ പറയുന്ന ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഇങ്ങനെ തമ്പുനയിലൊക്കെ ഇട്ടുകൊണ്ട് കോൾമയിര് കൊള്ളിച്ചുകൊണ്ട് കുറച്ച് വ്യൂവേഴ്സിനെ കൂട്ടിയാൽ ശമ്പളം കിട്ടുമെന്ന രീതിയിലും അങ്ങനെ ഈ മണ്ണിലേക്ക് കയറി വരാൻ സാധിക്കുന്നത്. സോ പിന്നെ നീ പറഞ്ഞില്ലേ യഹൂദർക്ക് എല്ലാം നിൻ്റെ ഷഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. കൊച്ചിയിൽ ഇപ്പോഴും ഒരു യഹൂദ ജനതയുണ്ട്. ആ യഹൂദ ജനതയുടെ ഏറ്റവും മുന്തിയൊരു ലീഡറുണ്ട്, ജോസഫ് അല്ലെങ്കിൽ യാസി. അദ്ദേഹം എന്നെ വിളിച്ചായിരുന്നു. നിനക്ക് വ്യക്തിപരമായിട്ട് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെല്ലവിൽ വന്നിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിൻ്റെ അടുത്ത് വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ആ കൊച്ചി താമസിക്കുന്ന ആ വ്യക്തിയുടെ തലമുറ ഇവിടെ റിഷോണിലും നെസിയോണിലൊക്കെ താമസിക്കുന്നുണ്ട്, അവരുടെ റിയാക്ഷൻ എന്താണ് എന്ന് കാണിച്ചു തരാം. നിൻ്റെ വീഡിയോ ഉൾപ്പെടെ കണ്ടിട്ട് അവർ കൊച്ചിയിൽ നിന്ന് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്തിനാണ് മകനെ മലയാളികളായിട്ടുള്ള കുറച്ച് പേരുടെ അന്നം കളയിക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ വീഡിയോസ് കണ്ട മലയാളീസ് ആയിട്ടുള്ള യഹൂദജനം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ലക്ഷങ്ങൾ മുടക്കി കടബാധ്യതകൾ കൊണ്ടൊക്കെ ജീവിക്കുന്നവർ രണ്ടറ്റം കൂറ്റിമുട്ടിക്കാൻ വേണ്ടി, ഇനി രണ്ടറ്റം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ജീവിതമാവുന്ന യാത്രകളിലെ രണ്ടറ്റങ്ങൾ കൂട്ടിമുറ്റിക്കാൻ വേണ്ടി കടങ്ങളും കടബാധകളും വീടൊക്കെ വിറ്റത് ഇവിടെ വന്നിട്ട്
ജോലി ചെയ്ത് പോകുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. ഇമിഗ്രേഷൻകാരൊക്കെ വിസ ഇല്ലാത്തവരെയൊക്കെ ചാടിച്ചു വിടുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മലയാളീസ് ആയിട്ടുള്ള ഇവിടെ നിന്ന് മലയാളം അറിയാവുന്ന ഒരുപാട് ജൂയിഷ് ഉണ്ട് സുഹൃത്തെ. ഞാൻ പറഞ്ഞല്ലോ, കൊച്ചിയിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അവരുടെ വീടുകൾ ഞാൻ കൊണ്ടുപോകും. റിഷോളിലും നെസിയോണിലും ഒക്കെ കൊച്ചിൻ തലമുറയിലുള്ള, കൊച്ചിയിൽ അന്ന് ഇവിടെ നിന്ന് പോയവർ ഒരു തലമുറ ഇന്ന് അവിടെയും ജീവിക്കുന്നുണ്ട്. ആ തലമുറയുടെ മക്കൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ വിളിച്ച് സംസാരിച്ച കാര്യമാണ്. അല്ലാതെ ചുമ്മാ നിന്നെപ്പോലെ ഒരുത്തൻ ഇങ്ങോട്ട്, ഇതിനു മുന്നേ ഒരുപാട് പേരോട് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് മനസ്സിലാക്കുക. ഒത്തിരി പേരോട് വന്നിട്ടുണ്ട്. ഞാൻ അവരാരും പ്രതിഷേധിക്കാൻ പോയിട്ടില്ല. ഷെറിൻ ബ്ലോഗ്സ്, പിന്നെ മറ്റൊരു മുസൽമാനും ഇവിടെ വന്നിട്ടുണ്ട്. നീ ഒന്ന് അന്വേഷിച്ചാൽ മതി. ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ല, ഒരു വൃത്തികേട് തമ്മിലിട്ടിട്ടില്ല. പക്ഷെ നീ ഇട്ടു. നിൻ്റെ എന്താ പറയുക, മഹിനെ നീ എവിടെയായിരുന്നു? നിന്നെക്കുറിച്ചുള്ള അവലാതിയിലായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് നീ സധൈര്യം മുന്നോട്ട് വന്നത്. നീയാണിടാ ചങ്കൂറ്റമുള്ളവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൈക്ക് വെച്ച് വേണം ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടു. അതിലൊന്നുമല്ല മോനെ കാര്യം. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തോട് ഇഴുകി ചേർന്നുകൊണ്ട് സ്വദേശിക്കും വിദേശിക്കും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ മണ്ണിനെ സ്നേഹിക്കുന്ന കുറച്ച് മലയാളികളുണ്ട് എന്നത് അത് ക്രിസ്ത്യാനിയായിട്ടോ ഹിന്ദു ആയിട്ടോ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇവരുടെ യഹൂദരോടുള്ള വലിയ പ്രേമം മൂത്തിട്ടൊന്നുമല്ല. യഹൂദർ, അവർ ജൂയിഷ്, അവർ കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്, മാനറിസം, അവരുടെ ആ ഒരു സിസ്റ്റമാറ്റിക് കണ്ടുപിടുത്തങ്ങൾ, ഇന്നോവേഷൻ, പിന്നെ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം, ഞങ്ങളോട് അവർ ക്രൂരമായിട്ടാണ് ഭാവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പറയും. മനസ്സിലായോ? നമ്മളോട് ചെയ്തിട്ടില്ല. യുദ്ധം വന്നിട്ട് പോലും ഞങ്ങളുടെ കുടുംബം പട്ടിണി കിടന്നിട്ടില്ല. അങ്ങനെ പലയേറെ കാര്യങ്ങളുണ്ട്. യുദ്ധ സാഹചര്യങ്ങളിൽ ഉക്രൈനിലൊക്കെ യുദ്ധം ഉണ്ടായ സമയത്ത് വിമാനം ചെല്ലാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ മലയാളികളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു വിമാനം വന്നാൽ ഞങ്ങളിവിടുന്ന് കുറച്ച് പെർഫ്യൂമും ഡയറ്റ്സും ഇക്കണോമിക്കയും കയറ്റിവിടും എന്ന് ഓർത്തിരുന്നത്. പിന്നെ ഒറ്റക്കാരോടെ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, ഹൈന്ദവരുടെ പ്രധാന കേന്ദ്രമായ ശബരിമലയുടെ വിരിമാറിലൂടെ സഞ്ചരിക്കുമ്പോൾ എരുമേലിയിലും പേട്ടയിലും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നീ പറഞ്ഞ ഈ സാധനം, പറഞ്ഞ ഈ മുണ്ട്, ഷഡ്ഡി, ഇങ്ങനെയുള്ള ഇന്നർവേഴ്സ്. അവിടെ ഒന്നും നിന്നെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മക്കയിലും അതിന്. ഞാൻ സൗദി ജോലി ചെയ്ത ഒരാളാണ്. സൗദിയിൽ അൽക്കോബാർ ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിംസ് ഒരുപാട് പേര് എനിക്ക് ഫ്രണ്ട്സുണ്ട്. അതുകൊണ്ട് ഇത് മുസൽമാൻ, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അതിൻ്റെ ഇത് വെച്ച് ക്രിസംഗ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ മൃസംഗ് ചെയ്ത വീഡിയോ എന്നൊന്നുമില്ല. ഇതിനകത്തൊരു പ്രവാസി, അവൻ താമസിക്കുന്ന മണ്ണിൽ അവൻ അറിയാവുന്ന സത്യങ്ങളുടെ മേൽ ഒരു കള്ളസത്യം ചവിട്ടിയപ്പോൾ ആ കള്ളനാണയത്തിൻ്റെ പൊള്ളകൾ വിളിച്ചു പറയേണ്ട ഒരു ജനാധിപത്യ മര്യാദ ഉള്ളതുകൊണ്ട് ഒരു ഡൂക്കിൽ ചാനലിലൂടെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിൻ്റെ വീഡിയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ എത്ര സബ്സ്ക്രൈബർ കൂടിയോ അതിനെയെല്ലാം കട്ട് ചെയ്താൽ ഞാൻ തയ്യാറാണ്. ഈ യൂട്യൂബ് വേണ്ടെന്നൊക്കെ ഞാൻ തയ്യാറാണ്. മനസ്സിലായോ? കാര്യം യൂട്യൂബല്ല എൻ്റെ ജീവിതമാർഗം. എനിക്ക് നിയമപരമായിട്ട് ഒരു ജോലിയുണ്ട്, ഒരു ഏജൻസിയുണ്ട്, അത്യാവശ്യം ആളുകൾ ഇറങ്ങുന്നുണ്ട്, കെയർ ഗീവേഴ്സിന് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പേനെ. ചുമ്മാ ഒരു വീഡിയോ ഇട്ട് പിന്നെ ജെറുസലേമിലെ ഒരു പെണ്ണിനെ അങ്ങോട്ട് ഇരുത്തിയിട്ട് മക്കളെ എൻ്റെ ഷഡ്ഡി വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് സത്യമെന്ന് പറഞ്ഞെങ്കിൽ അതൊന്നുമല്ല. റെപ്യൂട്ടഡ് ആൾക്കാരുണ്ട്, പരിചയപ്പെടുത്തി തരാം. നിൻ്റെ വീഡിയോയിൽ മുറിവേറ്റവരുടെ ഒരു ലിസ്റ്റ് തന്നെ അങ്ങ് തരാം. പിന്നെ ഹൈഫൈ സംഭവിച്ച കാര്യങ്ങൾ വേണം ഞാനൊരു വീഡിയോ ചെയ്യാം. നീ വന്നതിന് സെക്കൻഡ് ഡേയിൽ നീ പറഞ്ഞ IDF അല്ലെങ്കിൽ പോലീസ് സംവിധാനം ചെയ്ത കാര്യത്തെക്കുറിച്ച് വേണം ഞാനൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ മനുഷ്യനാവുക, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന നമ്മുടെ കേരളത്തിൽ എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കേരളത്തിൽ കുറി വരച്ചാലും കുരിശു വരച്ചാലും നിസ്കാരം ചെയ്താലും നാം എല്ലാം ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ണിൽ പണ്ടൊക്കെ കലാലയത്തിൽ പഠിച്ചവർ, മദ്രസയിൽ നിന്നല്ല സ്കൂളിലും കലാലയത്തിലുമൊക്കെ പഠിച്ചവർ ഒരു പാത്രത്തിൽ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ല ഹൈന്ദവനെന്നോ നോക്കാതെ കൈയിട്ട് കുഴച്ച് തിന്നതിൻ്റെ രുചി ഇപ്പോഴും നാവിലുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും പറയുന്നു. പക്വതയൊക്കെ ആവാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഹൈഫൈ സംഭവിച്ച കാര്യങ്ങളും പിന്നെ നീ വന്നതിന് രണ്ടാമത്തെ ദിവസം ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഒക്കെ ചെയ്ത കാര്യങ്ങളും. എന്നിട്ട് നീ ഇപ്പം വളരെ ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ? അതാണ് ഈ മണ്ണിൽ വന്ന ഒരാൾക്ക് നൽകുന്ന ബഹുമാനം, റെസ്പെക്റ്റ്, ഈക്വാലിറ്റി. ഓക്കെ, താങ്ക് യു.